Good afternoon, all. Welcome to today's session. So, we had successfully completed our module 1 and 2. And since we have 5 modules and the fifth module is somewhat easy because we have only one drawing, that is septic tank and soak pit. So, we will be dealing with this today. And we have only two modules remaining, that is module number 3, which includes building rules and some two-storied, multi-storied public buildings. And the module 4 is of plans, that is site plan, service plan, and some building rules for industrial buildings, and the plan elevation section of building and industrial buildings. So these are the pending syllabus that we have to study in the coming classes. And today we look into this septic tank and soak pit. Okay, അപ്പോൾ എന്താണ് സെപ്റ്റിക് ടാങ്ക്, സോക്ക് പിറ്റ് എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മളെല്ലാം നമ്മുടെ വീടുകളിൽ കാണുന്ന ഒരു കാര്യമാണ് സെപ്റ്റിക് ടാങ്ക് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്കിത് ഇത് നിങ്ങളുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ സെപ്റ്റിക് ടാങ്ക് ചോദിച്ചിട്ടില്ല എങ്കിൽ തന്നെ നമുക്കിത് അറിഞ്ഞിരിക്കണം. കാരണം ഈ മോഡ്യൂൾ 5 പഠിക്കുവാണെങ്കിൽ ഈ ഒരൊറ്റ കാര്യം പഠിച്ചാൽ മതി. സെപ്റ്റിക് ടാങ്ക് പഠിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ പരിപാടി കഴിഞ്ഞു. അപ്പം എന്താണ് സെപ്റ്റിക് ടാങ്കും എന്താണ് സോക്ക് പിറ്റ്? സെപ്റ്റിക് ടാങ്ക് എന്ന് പറയുന്നത് എന്തിനാണ്? നമ്മുടെ വേസ്റ്റ്, ഓക്കെ, ഹ്യൂമൻ വേസ്റ്റിനെ, ഫിക്കസിനെ, അതിനെ ബയോളജിക്കൽ ഡീകമ്പോസിഷൻ അല്ലെ അനേറബിക് ബാക്ടീരിയ വെച്ച് ഡീകമ്പോസ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ടാങ്കാണ് ഈ സെപ്റ്റിക് ടാങ്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സെപ്റ്റിക് ടാങ്കിന് ജോയിൻ ചെയ്ത് തന്നെ മറ്റൊരു ടാങ്ക് ഉണ്ട്. അത് കണ്ടിട്ടുണ്ടോ? നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല, എന്നാലും അതിൻ്റെ പേരാണ് സോക്ക് പിറ്റ്. സോക്ക് പിറ്റ് എന്ന് പറയുന്നത് ഈ വാട്ടർ മാത്രം, ഈ വേസ്റ്റ് കൂടാതുള്ള വെള്ളം സെപ്റ്റിക് ടാങ്കിൽ ഒരു ഇൻലെറ്റ് ഉണ്ട്, അതുപോലെ തന്നെ അതിനൊരു ഔട്ട്ലെറ്റ് ഉണ്ട്. ഈ ഔട്ട്ലെറ്റ് സോക്ക് പിറ്റുമായിട്ട് കണക്ട് ചെയ്തിരിക്കും. ഈ സെപ്റ്റിക് ടാങ്കിലോട്ട് വരുന്ന വേസ്റ്റ് അത് ഇൻലെറ്റിൽ കൂടെ ആണല്ലോ വരുന്നത്. ഇൻലെറ്റിൽ കൂടെ വരുന്ന വേസ്റ്റും വാട്ടറും എല്ലാം കൂടെ മിക്സ് ചെയ്തുള്ള അത് വന്നിട്ട് ഈ വേസ്റ്റ് അവിടെ ഡീകമ്പോസിഷൻ നടക്കുകയും അതിനകത്തുള്ള വെള്ളം സോക്ക് പിറ്റിലോട്ട് പോവുകയും ചെയ്യും ത്രൂ ദ ഔട്ട്ലെറ്റ് ഓഫ് ദ സെപ്റ്റിക് ടാങ്ക്. സെപ്റ്റിക് ടാങ്കിൻ്റെ ഔട്ട്ലെറ്റും സോക്ക് പിറ്റിൻ്റെ ഇൻലെറ്റുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത് കൊണ്ട് ഈ ഔട്ട്ലെറ്റിൽ കൂടെ വെള്ളം മാത്രമായിട്ട് സോക്ക് പിറ്റിലോട്ട് പോയിട്ട്, സോക്ക് പിറ്റ് ഉണ്ടാക്കിയിരിക്കുന്നത് ക്രഷ്ഡ് സ്റ്റോൺസ്, ഗ്രാവല്, ടൈല്, ബ്രിക്ക് എല്ലാം ക്രഷ് ചെയ്തിട്ടും അങ്ങനെയൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ വെള്ളം അതിലോട്ടങ്ങ് പിടിച്ചോളും, അബ്സോർബ് ചെയ്തോളും. ഓക്കെ, അതാണ് അതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ. സോക്ക് പിറ്റിൻ്റെ ആപ്ലിക്കേഷൻ അതാണ്. അല്ലെങ്കിൽ സെപ്റ്റിക് ടാങ്ക് പെട്ടെന്ന് നിറഞ്ഞ് ഓവർഫ്ലോ ആവും. സോ അതിനുവേണ്ടിയാണ് നമ്മൾ ഈ വാട്ടറിനെ അതിൽ നിന്ന് മാറ്റാൻ വേണ്ടിയാണ് സോക്ക് പിറ്റ് വെച്ചിരിക്കുന്നത്. സെപ്റ്റിക് ടാങ്ക് പക്ക വേസ്റ്റ് മാത്രം ഡീകമ്പോസിഷന് വേണ്ടിയുള്ള പർപ്പസാണ് സെപ്റ്റിക് ടാങ്കിന്. അപ്പോൾ ഈ രണ്ട് ടാങ്ക് കൂടെ ചേരുന്നതാണ് ഒരു ഹോൾ സെപ്റ്റിക് ടാങ്ക് എന്ന് പറയുന്നത്. സെപ്റ്റിക് ടാങ്കും സോക്ക് പിറ്റും കൂടെ ചേരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിനൊരു ഫിഗർ ഉണ്ട്, അല്ലെങ്കിൽ ഈ ഡ്രോയിങ് ആണ് നമ്മൾ വരയ്ക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ചോദിക്കും ഡ്രോ എ സെപ്റ്റിക് ടാങ്ക് ആൻഡ് എ സോക്ക് പിറ്റ് ഫോർ ഇത്ര ആൾക്കാർക്ക്, അല്ലെങ്കിൽ അങ്ങനെ പറയും. പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഡിസൈൻ ഒന്നും ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾ ഇതുപോലെ അങ്ങ് ഇതിൻ്റെ ലെങ്തും ഇതിൻ്റെ ഡയമെൻഷൻസ് എല്ലാം കാണാൻ പഠിച്ച് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നിട്ട് അറിഞ്ഞിരുന്നാൽ മതി. എന്തായാലും അറിഞ്ഞിരിക്കുന്നത് നല്ലതായിരിക്കും. ഇപ്പോൾ ഈ നിങ്ങൾ മെക്കാനിക്കലാണെങ്കിലും നിങ്ങൾ ഏത് ട്രേഡാണ് എടുത്തിരിക്കുന്നതെങ്കിലും ഇത് അറിഞ്ഞിരിക്കുന്നതാണ്. ഇത് എന്തൊരു കാര്യവും നമ്മൾ എത്രത്തോളം കാര്യങ്ങൾ അറിയാവുന്നതായിരിക്കും നമുക്ക് നല്ലത്, അല്ലേ? നമ്മൾ എത്രത്തോളം പഠിക്കുന്നതാണോ അത്രത്തോളം നല്ലതല്ലേ. നാളെ നമ്മളൊരു വീട് പണിയുന്നുണ്ടെങ്കിൽ ഇതിനെക്കുറിച്ചൊക്കെ ഒരു ഐഡിയ നമുക്ക് കിട്ടും. അപ്പം അതുകൊണ്ട് നമ്മളിത് പഠിച്ചിരിക്കുക, സംഭവം എങ്ങനെയാണെന്ന് മനസ്സിലാക്കുക കേട്ടോ. ആദ്യം സംഭവം എങ്ങനെയാണ്, ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞപ്പോൾ മനസ്സിലായെന്ന് കരുതുന്നു. അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ വർക്കിംഗ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് നോക്കുമ്പോൾ കാണാൻ പറ്റും, ഇതാണ് നമ്മുടെ സെപ്റ്റിക് ടാങ്ക്. അപ്പോൾ ഞാൻ ഈ സ്ലൈഡല്ല, ഇതൊരു PDF ആണ്. ഞാൻ ഫോട്ടോ എടുത്തിട്ട്, നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ചെയ്ത പോലെ തന്നെ ഫോട്ടോ എടുത്തിട്ട് അത് PDF ആയിട്ട് കൺവേർട്ട് ചെയ്തൊക്കെയാണ്. കാരണം ഇതൊക്കെ വരയ്ക്കാന്ന് വെച്ചാൽ നല്ല ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പം നിങ്ങൾ ഇത് വരച്ച് നോക്കണം, മനസ്സിലായോ? അതിനുവേണ്ടിയാണ് ഇത് തരുന്നത്. അപ്പം പഠിക്കാൻ ശ്രമിക്കുക, വരയ്ക്കാൻ ശ്രമിച്ചാൽ മാത്രം പോരാ, അല്ലെ എക്സാമിന് ചോദിക്കുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. അപ്പം ഒന്ന് വരച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. ഓക്കെ, സോ ഇനിയുള്ള മോഡ്യൂൾ 3, 4 പിന്നെ എടുക്കാമെന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ അതിൽ റെസിഡൻഷ്യൽ ബിൽഡിംഗ്, അല്ലെങ്കിൽ മൾട്ടി സ്റ്റോറേഡ് ബിൽഡിംഗ്, ഡബിൾ സ്റ്റോറേഡ് ബിൽഡിംഗ്, ആൻഡ് ഇൻഡസ്ട്രിയൽ ബിൽഡിംഗ്, പബ്ലിക് ബിൽഡിംഗ് എല്ലാം ബിൽഡിങ്സ് ആണ് വരുന്നത്. ആൻഡ് ബിൽഡിംഗ് റൂൾസ് ഓൾസോ. അപ്പം ഓൾ ദീസ് ആർ ബിൽഡിങ്സ്, അല്ലെങ്കിൽ കോമ്പിനേഷൻ ഓഫ് ബിൽഡിങ്സ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അത് പിന്നത്തേക്ക് മാറ്റി വെച്ചത്. ഇതങ്ങ് തീർന്നു കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു
ഡ്രോയിങ്സ് ഇടയ്ക്കിടയ്ക്ക് ഇൻ്റർമിക്സ് ആവത്തില്ല, എല്ലാം ഒരേ ടൈപ്പിലുള്ള ഡ്രോയിങ്സ് ആണ്. ഇനി അങ്ങോട്ടെല്ലാം ബിൽഡിങ്സ് ആണ് നെക്സ്റ്റ് ക്ലാസ് തൊട്ട്. അപ്പം ഇത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ കുറച്ച് ഇതുമായിട്ടുള്ള ബന്ധം, ഡോറ്, വിൻഡോ, സ്റ്റെയർ, ട്രസ്സ്, പിന്നെ നമ്മുടെ സെപ്റ്റി ടാങ്ക്, ഇത്രയും കാര്യങ്ങൾ മാറിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കെല്ലാം ഉള്ള ബിൽഡിങ്സാണ്. അപ്പം ബിൽഡിങ്സ് പ്രത്യേകിച്ചൊന്നുമില്ല, നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ അതിൻ്റെ ഇൻട്രൊഡക്ഷൻ പറഞ്ഞാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അതിനിപ്പം ഓരോന്നായിട്ട് നമ്മൾ ഓരോ ക്ലാസ്സിൽ പഠിക്കും. അപ്പോൾ ഇന്ന് നമുക്ക് സെപ്റ്റിക് ടാങ്ക് നോക്കാം. അപ്പോൾ സെപ്റ്റിക് ടാങ്ക് ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് മനസ്സിലാവുന്നത്? ഇപ്പോൾ ഇതിനകത്ത് മോളിൽ കൊടുത്തിരിക്കുന്നത് സെക്ഷനാണ്, താഴെ കൊടുത്തിരിക്കുന്നത് പ്ലാനാണ്. പ്ലാൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഇപ്പോൾ അറിയായിരിക്കും. മുകളിൽ നിന്ന് നോക്കുന്നതാണ് പ്ലാൻ. അപ്പോൾ താഴെ കൊടുത്തിരിക്കുന്നത് പ്ലാനാണ്. നമ്മളെല്ലാ ഫിഗറിൻ്റെയും പ്ലാൻ ആയിരിക്കും താഴെ വരയ്ക്കുന്നത്, സെക്ഷൻ മുകളിലും ആയിരിക്കും, അല്ലെങ്കിൽ എലിവേഷൻ എന്ന് പറയുന്നത് മുകളിലും ആയിരിക്കും. അപ്പോൾ നമ്മൾ പ്ലാൻ വരയ്ക്കുകയാണ്. അപ്പോൾ ദിസ് ഈസ് ദ പ്ലാൻ ഓഫ് എ സെപ്റ്റിക് ടാങ്ക്. അപ്പം കണ്ടോ, ഈ പ്ലാൻ കാണുമ്പോൾ നമുക്കറിയാം സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത് ഇൻലെറ്റ് ചേമ്പറാണ്. ഇവിടെ ഒരു ഇൻലെറ്റ് ചേമ്പർ ഉണ്ട്, ഇതാണ് ഇൻലെറ്റ് ചേമ്പർ. ഇവിടെ ഒരു സ്ക്വയർ ഇൻലെറ്റ് ചേമ്പർ ഉണ്ട്, അല്ല ഒരു ക്യൂബിക്കലായിട്ടുള്ളൊരു ഇൻലെറ്റ് ചേമ്പർ ഉണ്ട്. ഇവിടെ ഒരു പൈപ്പ് ഉണ്ട്, കാണാമല്ലോ. ഈ പൈപ്പിൽ കൂടെ വരുന്നത് ഈ വേസ്റ്റ്, അതിങ്ങനെ വന്നിട്ട് ഇൻലെറ്റ് ചേമ്പറിൽ വരും. അവിടുന്ന് അത് എങ്ങോട്ട് പോകും? സെപ്റ്റി ടാങ്കിലോട്ട് പോകും. ഓക്കെ, ഇതാണ് നമ്മുടെ സെപ്റ്റി ടാങ്ക്. ഈ റെക്റ്റാങ്കുലർ അല്ലെങ്കിൽ ക്യൂബോയിഡൽ ഷേപ്പിലുള്ള സാധനമാണ് നമ്മുടെ സെപ്റ്റി ടാങ്ക്. അവിടുന്ന് ഈ സാധനം വെള്ളം മാത്രം ഔട്ട്ലെറ്റിലോട്ട് പോകും. അപ്പോൾ ഇൻലെറ്റിൽ നിന്ന് വരുന്നു, ഇൻലെറ്റ് ചേമ്പറിൽ ചെല്ലുന്നു, അവിടുന്ന് ഔട്ട്ലെറ്റിലോട്ട് സെപ്റ്റിക് ടാങ്കിലോട്ട് പോകുന്നു. അവിടുന്ന് അത് ഔട്ട്ലെറ്റ് പൈപ്പ് വഴി എങ്ങോട്ട് പോകുന്നു? ഇനിയാണ് അതിൻ്റെ സോക്ക് പിറ്റിലോട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് എങ്ങോട്ട് പോയി? സോക്ക് പിറ്റിലോട്ട് പോകുന്നു. സോ ആഫ്റ്റർ ദാറ്റ് ഇറ്റ് റീച്ചസ് ദ സോക്ക് പിറ്റ്. സോക്ക് പിറ്റ് വരെ ചെന്ന് നിൽക്കുകയാണ്, കാരണം അവിടുന്ന് പിന്നെ ഔട്ട്ലെറ്റ് പൈപ്പൊന്നും ഇല്ല. അതിൽ വെള്ളമെല്ലാം അങ്ങ് പിടിക്കും, കാരണം ഇതിലെല്ലാം സ്റ്റോണ്, ടൈൽ, അതുപോലുള്ള സാധനം ബ്രോക്കൺ ആയിട്ട് വിട്ടിട്ടുണ്ട്. അതുപോലെ എൻ്റെ വോൾസ് ആണെങ്കിലും ബ്രിക്സ് വെച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം അതിലോട്ട് അങ്ങ് പിടിക്കും. അതിന് നല്ല നനവ് പിടിക്കാനുള്ള കപ്പാസിറ്റി ഉള്ള മെറ്റീരിയൽസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ എന്ന് പറയാനുള്ള കാര്യം. അപ്പോൾ ഇത് പ്ലാനാണ്. ഇപ്പം നമുക്ക് നോക്കുമ്പോൾ അറിയാം, ഇതിൻ്റെ മുകളിൽ ഒരു വരും? ഒരു ക്യാപ്പും കൂടെ വരും. ഇതിന് മുകളിൽ ഒരു ക്യാപ്പും കൂടെ വരും. ക്യാപ്പ് എന്ന് പറഞ്ഞാൽ ഒരു സ്ലാബും കൂടെ വരും ഇതിന് മുകളിൽ, മനസ്സിലായി? അപ്പോൾ സ്ലാബ് ഇട്ട് കഴിഞ്ഞാൽ ഇത് കാണത്തില്ല. അതുപോലെ തന്നെ ഇതിന് മുകളിൽ ഒരു സ്ലാബ് വരും, സോക്ക് പിറ്റിൻ്റെ മുകളിൽ. ഇപ്പം നമ്മൾ വീടുകളിൽ കുറച്ചും കൂടെ, സോറി ഒരു അബദ്ധം പറ്റി. ഓക്കെ, അപ്പം ഇപ്പം നമ്മൾ വീടുകളിൽ എങ്ങനെ യൂസ് ചെയ്യുക? വീടുകളിൽ നമ്മൾ കുറച്ചും കൂടെ ഫൈബറിൻ്റെ, പ്ലാസ്റ്റിക്കിൻ്റെ ഒക്കെ ടാങ്ക്സ് യൂസ് ചെയ്യാറുണ്ട്. ഇത് പക്ക കോൺക്രീറ്റ് ആണ്. നമ്മൾ ഹോൾ എടുത്ത് ഗ്രൗണ്ടിൽ കുഴിച്ച് ഹോൾ എടുത്തിട്ട് അതിന് അടിയിൽ നമ്മൾ കോൺക്രീറ്റ് ചെയ്ത് സൈഡ് വോൾസ് കെട്ടി അങ്ങനെ നമ്മൾ ചെയ്തെടുക്കുന്ന ടാങ്കാണ് ഈ കാണിച്ചിരിക്കുന്ന സെപ്റ്റിക് ടാങ്ക്. അതായത് ഇതല്ലാതെ ഇപ്പം പ്ലാസ്റ്റിക്കിൻ്റെ അവൈലബിൾ ആണ്. ചെറിയ രീതിയിലൊക്കെ അത് നമുക്ക് യൂസ് ചെയ്യാറുണ്ട്. ഇപ്പം യൂസ് ചെയ്ത് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് കാണുമ്പോൾ അറിയാം, ഇതിനകത്ത് ഈ ഫിഗർ നോക്കുമ്പോൾ നമുക്കറിയാം, ഈ ആദ്യം കാണുന്നത് എന്താണ്? ഇത് പ്ലാനാണ്. ഇതിനെ സെക്ഷൻ ചെയ്യുമ്പോൾ കിട്ടുന്ന, അല്ലെ എലിവേഷൻ അല്ല, ഇത് ലോഞ്ചിറ്റ്യൂണൽ സെക്ഷനാണ് ഈ കാണിച്ചിരിക്കുന്നത്. സൈഡിൽ കൂടെ നോക്കുമ്പോൾ നമ്മൾ ഹോള് കുഴിയെ കട്ട് ചെയ്ത് നോക്കുമ്പോൾ കാണുന്നതാണ് ഈ മോളിൽ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ സോക്ക് പിറ്റിൻ്റെ പ്ലാനാണിത്. പ്ലാനിനെ നമ്മൾ മുകളിലോട്ട് പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന എലിവേഷനാണ്, അല്ലെ സെക്ഷനാണ് ഇത്. ഓക്കെ, അത് ഇത്രയും ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് നമ്മുടെ എലിവേഷനിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഫിഗർ. സോ ഈ ഫിഗറിൽ നമുക്ക്, അല്ലെങ്കിൽ ഡ്രോയിങ്ങിൽ നമുക്ക് എന്താണ് മനസ്സിലാവുന്നത്? നമ്മൾ എന്താണേലും ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്ന എവിടുന്നാണ്? എലിവേഷനിലാണോ അല്ലെങ്കിൽ സെക്ഷനിലാണോ? അല്ല, നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന പ്ലാനിൽ നിന്നാണ്. സോ വി ഷാൽ സ്റ്റാർട്ട് ഫ്രം ഹിയർ. സോ ഈ ഫിഗർ വരയ്ക്കാനായിരിക്കും ഏറ്റവും എളുപ്പം, കാരണം ഇത് നമുക്ക് ലെങ്തും ബ്രെഡ്ത്തും അറിയാമെങ്കിൽ ഒരു റെക്റ്റാങ്കിൾ വരയ്ക്കാൻ ഇത്ര പാടൊന്നും അല്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ലെങ്തും ബ്രെഡ്ത്തും കാര്യങ്ങളെല്ലാം ഇതിനകത്തുണ്ട്. അപ്പോൾ അത് നോക്കി അങ്ങ് വരച്ചാൽ മതി. അപ്പോൾ ഇത് നോക്കി വരയ്ക്കാൻ എളുപ്പമായിരിക്കും. പക്ഷേ എക്സാമിന് ഈ ലെങ്തും ബ്രെഡ്ത്തും ഒക്കെ അത്യാവശ്യം അറിഞ്ഞിരിക്കണം. അല്ലെങ്കിൽ ഈ സ്റ്റാൻഡേർഡ് ലെങ്ത്സ് ആണിത്. ഇതെല്ലാം സ്റ്റാൻഡേർഡ് ലെങ്തും ബ്രെഡ്ത്തും കാര്യങ്ങളൊക്കെയാണ്. ഇതൊരിക്കലും അങ്ങനെ മാറത്തില്ല. ഇപ്പോൾ ഒരു റെസിഡൻഷ്യൽ ബിൽഡിങ്ങിനുള്ള സെപ്റ്റിക് ടാങ്ക് എന്ന് പറയുന്നത് എപ്പോഴും ജനറലായിട്ട് ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്തായിരിക്കും പണിയുന്നത്. അല്ലാതെ അതിൻ്റെ സൈസും കാര്യങ്ങളൊന്നും മാറത്തില്ല. വേറെ ഒരു ഇൻഡസ്ട്രിയൽ ഒരു ബിൽഡിംഗ് ആണെങ്കിൽ ചിലപ്പോൾ അതിന് ചേഞ്ച് വരാം. പക്ഷേ
എപ്പോഴും റെസിഡൻഷ്യൽ ബിൽഡിങ്സിനൊക്കെ മിക്കവാറും ഒരേ സൈസിലുള്ള സെപ്റ്റിക് ടാങ്ക് ആയിരിക്കും യൂസ് ചെയ്യുക. അപ്പോൾ അതിനു മുമ്പ് ഞാൻ ഈ എലിവേഷൻ വെച്ചിട്ടൊരു കാര്യം പറയാം. ലെങ്തും മെഷർമെൻറ്റ്സ് ഒക്കെ നമുക്ക് നോക്കി വരയ്ക്കാനുള്ളേ ഉള്ളൂ, പക്ഷേ അതിനെക്കാട്ടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. അതായത് ഏറ്റവും താഴെ കാണുന്നതാണ് എന്ത്, PCC, പ്ലെയിൻ സിമെൻറ്റ് കോൺക്രീറ്റ്. ഓക്കെ, പ്ലെയിൻ സിമെൻറ്റ് കോൺക്രീറ്റ് ആണ്. 1:2:4 കൊടുത്തിരിക്കുന്നത്. റേഷ്യോ ആണ്, അതായത് സാൻഡ് ഈസ് അല്ലെ സിമെൻറ്റ് ഈസ് സാൻഡ് ഈസ് കോഴ്സ് അഗ്രിഗേറ്റ് അല്ലെ മെറ്റൽ. ഓക്കെ, മെറ്റൽ വലിയ അഗ്രിഗേറ്റ്. അപ്പോൾ 1:2:4 ആ റേഷ്യോയിലാണ് നമ്മൾ PCC എന്ന് പറഞ്ഞാൽ റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുക്കാത്ത കോൺക്രീറ്റിനെയാണ് നമ്മൾ PCC എന്ന് പറയുന്നത്. റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുക്കുവാണെങ്കിൽ നമ്മൾ RCC എന്ന് കൊടുക്കും. RCC. ഓക്കെ, അപ്പം ഇതിനകത്ത് അറിയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ഒരു ചെറിയ സ്ലോപ്പ് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത് നമുക്കിവിടെ നോക്കുമ്പോൾ അറിയാം. ഇവിടെ നമ്മൾ ഇങ്ങനെ ഡയറക്റ്റ് ഇങ്ങനെയല്ല കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഒരു ചെറിയ സ്ലോപ്പ് ഉണ്ട് അല്ലേ, സി ശ്രദ്ധിച്ച് നോക്കിയാൽ ആ സ്ലോപ്പ് നമുക്കറിയാം ഒരു ട്രപ്പിസോഡൽ ഷേപ്പിലാണ് അപ്പോൾ ഇത് കൊടുത്തേക്കുന്നത്. കണ്ടില്ലേ, ഇതിനകം കുറച്ച് സ്ലോപ്പ് കൊടുത്തിട്ടുണ്ട് ഏകദേശം. അപ്പോൾ ആ സ്ലോപ്പ് കൊടുക്കണം, അത് മറക്കരുത്. ഓക്കെ, അതുപോലെ തന്നെ പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ അടിയിലത്തെ സ്ലാബ് മൊത്തം PCC ആണ് അല്ലേ. ഇതിന് മുകളിലോട്ട് ബ്രിക്ക് വർക്കാണ് ചെയ്യുന്നത്. കണ്ടില്ലേ, ബ്രിക്ക് വർക്കിനാണ് നമ്മൾ ഹാച്ചിങ് കൊടുക്കുന്നത്. സോ ഇറ്റ് ഈസ് ബ്രിക്ക് വർക്ക്, അതായത് കട്ട കെട്ടിയാണ് നമ്മൾ ചെയ്യുന്നത്. ഇവിടെ ഒരു ഇൻലെറ്റ് പൈപ്പ് ഉണ്ട്, അതും മറക്കരുത്. പിന്നെ ഈ ഇൻലെറ്റ് ചേമ്പറിലോട്ട് വരുന്ന വേസ്റ്റ് നമ്മുടെ ഇവിടെ ഈ പൈപ്പ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ആ പൈപ്പ് വഴി എങ്ങോട്ട് വരുന്നു, സെപ്റ്റിക് ടാങ്കിലോട്ട് വരുന്നു. ഓക്കെ, സെപ്റ്റിക് ടാങ്കിലോട്ട് വരുന്നു. ഇവിടെ ഒരു സംഭവം കാണാമല്ലോ, ഇത് ഒരു RCC സ്ലാബാണ്, ഒരു വോളാണ്. അത് നമ്മൾ ഈ സെപ്റ്റിക് ടാങ്ക് തമ്മിൽ കമ്പാർട്ട്മെൻറ്റ്സ് ആയിട്ട് തിരിക്കാൻ വേണ്ടിയുള്ളൊരു സെറ്റപ്പാണ് ആ ഒരു സ്ലാബായിട്ട് കാണുന്നത്. അതൊരു പൈപ്പ് പോലല്ല ഇരിക്കുന്നത്, അതൊരു സ്ലാബാണ്, നീളമുള്ളൊരു സ്ലാബാണ്. അത് ഈ സൈഡിൽ ഫിറ്റ് ചെയ്തിട്ട് ഒരു സൈഡിൽ നിന്ന് മറ്റേ സൈഡ് വരെ ഇങ്ങനെ പോകുന്നുണ്ട്. അത് നമുക്ക് പ്ലാൻ നോക്കുമ്പോൾ മനസ്സിലാവും അതൊരു സ്ലാബാണെന്ന്. ഓക്കെ, പ്ലാൻ നോക്കുമ്പോൾ കണ്ടില്ലേ, ഈ പ്ലാനിൽ അത് തന്നെ കൊടുത്തിട്ടുണ്ട്. അത് ഒരു സൈഡിൽ കണക്ട് ചെയ്ത് മറ്റേ സൈഡ് വരെ പോകുന്നുണ്ട്. പക്ഷെ അതിന് ഹൈറ്റ് കുറവാണ്, കുറച്ച് ഹൈറ്റേ ഉള്ളൂ. ഓക്കെ, അപ്പം ഇവിടുന്ന് വരുന്നു, ഇൻലെറ്റിൽ കൂടെ പോകുന്നു, ഇവിടെ സെപ്റ്റിക് ടാങ്കിൽ വീഴുന്നു. പിന്നെ ഇവിടുന്ന് വെള്ളം വന്നിട്ട് ഒരു ലെവലിലാവുമ്പോഴേക്കും എങ്ങോട്ട് പോകുന്നു, ഔട്ട്ലെറ്റിലോട്ട് പോകുന്നു. അപ്പോൾ പൈപ്പിൻ്റെയൊക്കെ സൈസ് കൊടുത്തിട്ടുണ്ട്. 10 സെൻറ്റിമീറ്റർ ഡയമീറ്റർ ഉള്ള പൈപ്പാണ്. ഓക്കെ, പിന്നെ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇത് ആണെങ്കിൽ ഈ സ്ലാബ് എന്ന് പറയുന്നത് സ്ലാബാണ്. അപ്പോൾ സ്ലാബ് ആയതുകൊണ്ടും ഒരു വോളിൽ നിന്ന് മറ്റൊരു വോളിലോട്ട് കൊടുക്കേണ്ടത് കൊണ്ടും അതിനകത്ത് കമ്പി വെക്കുന്നുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുക്കുന്നുണ്ട്. സോ റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുക്കുന്ന സിമെൻറ്റ് കോൺക്രീറ്റ് ആണെങ്കിൽ അതിനെ RCC എന്ന് പറയും. റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുക്കുന്നില്ലെങ്കിൽ അതിനെ PCC എന്ന് പറയും. ഓക്കെ, അപ്പോൾ താഴെ നമ്മൾ PCC ആണ് സ്ലാബായിട്ട് യൂസ് ചെയ്തെങ്കിൽ മുകളിൽ നമ്മൾ ഇവിടെ കൊടുക്കുന്നത് ഈ സ്ലാബ് എന്ന് പറയുന്നത് എന്താണ്, RCC ആണ്. ഓക്കെ, കണക്ഷൻ വരുന്നുണ്ട്. അതുപോലെ തന്നെ മുകളിൽ നമ്മൾ ഇതിനെ എല്ലാം മറയ്ക്കാൻ വേണ്ടി, അല്ലെങ്കിൽ സ്ലാബ് നമ്മൾ എപ്പോഴും സെപ്റ്റിക് ടാങ്ക് തുറന്നു വെച്ചേക്കുമല്ലോ, നമ്മളത് അടച്ചിടും അല്ലെങ്കിൽ ഒരു സ്ലാബ് വെച്ച് മൂടും. സോ ആ സ്ലാബ് എന്ന് പറയുന്നതും ഒരു RCC സ്ലാബാണ്. ഓക്കെ, അത് ശ്രദ്ധിക്കണം. RCC സ്ലാബ് ആയിരിക്കും, അത് RCC സ്ലാബ് ആയേ പറ്റൂ. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് മെയിനായിട്ട്. പിന്നെ ഒരു 5 സെൻറ്റിമീറ്റർ വെന്റിലേറ്റിംഗ് AC പൈപ്പും കൊടുത്തിട്ടുണ്ട് വെന്റിലേഷന് വേണ്ടി. അതായത് ഈ നമ്മൾ അങ്ങനെ കൊടുക്കാറുണ്ട്, നമ്മൾ ഈ എയർ ഫ്ലോയ്ക്ക് വേണ്ടി, അല്ലാതെ സ്മെല്ലൊന്നും വരാതിരിക്കാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കും ഒക്കെ ആയിട്ട് നമ്മളൊരു പൈപ്പ് കൊടുക്കാറുണ്ട്, വെന്റിലേറ്റിംഗ് AC പൈപ്പ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ അറിയേണ്ടത്. ഓക്കെ, അപ്പം മെറ്റീരിയൽസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു. അടിയിൽ PCC, പിന്നെ ബ്രിക്ക് വോള്, ബ്രിക്കിൻ്റെ വോളുണ്ട്. 1:5 സിമെൻറ്റ് മോർട്ടാറാണ്, സിമെൻറ്റും സാൻഡും മാത്രമാണ്. അതുകൊണ്ടാണ് 1:5 എന്ന് കാണിച്ചിരിക്കുന്നത്. ഇതാ ഇവിടെ നോക്കുമ്പോൾ അത് കാണാം. സോറി, കണ്ടോ അവിടെ ബ്രിക്ക് മേസണറി എന്ന് പറഞ്ഞാൽ ബ്രിക്ക് കൊണ്ട് പണിയുന്നതിനാണ് ബ്രിക്ക് മേസണറി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം അതെന്ന് പറയുന്നത് 1:5 ബ്രിക്ക് മേസണറിയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇവിടെ ഒരു RCC ഉണ്ട്, അല്ലെങ്കിൽ സ്ലാബുണ്ട്. ഇവിടെ ഒരു RCC സ്ലാബുണ്ട്. പിന്നെന്താ, പൈപ്പുണ്ട് സ്റ്റാർട്ടിങ്ങിലും, അതുപോലെ തന്നെ ഇൻലെറ്റിലും, അതുപോലെ തന്നെ ഇതിൻ്റെ സെപ്റ്റിക് ടാങ്കിൽ ഔട്ട്ലെറ്റിലും
പൈപ്പ്സ് ഉണ്ട്. എന്തിനാ? ഇവിടെ നിന്നുള്ളതിനെ അങ്ങോട്ട് കൺവേർട്ട് ചെയ്യാൻ അല്ലെങ്കിൽ അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിനകത്ത് പറയാനുള്ള ടൈപ്സ് ഓഫ് മെറ്റീരിയൽസ്, അല്ലെങ്കിൽ ഇതിൽ ഏതൊക്കെ മെറ്റീരിയൽസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് വരുന്ന വേസ്റ്റിൻ്റെ വാട്ടർ എന്ന് പറയുന്നത് നേരെ വരുന്നത് സോക്ക് പിറ്റിലോട്ടാണ്. ഓക്കെ, അപ്പോൾ ഇത് വന്നിട്ട് സോക്ക് പിറ്റിലോട്ട് വരുന്നു. പിന്നെ സോക്ക് പിറ്റ് എങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് കാണിക്കുക. ഇതിലിപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഈ ഫിഗറിൽ നോക്കുമ്പോൾ ഒന്നും മനസ്സിലാകത്തില്ല. കുറേ എന്തോ ഇങ്ങനെ കല്ലിങ്ങനെ ഇട്ടേക്കുന്നത് അല്ലേ, കല്ലുകൊണ്ട് നിറച്ചേക്കുന്ന പോലെ തോന്നുന്നു. പക്ഷേ ഇത് കിണർ പോലെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ സോക്ക് പിറ്റ് സാധാരണ നമ്മൾ ഇങ്ങനെ സ്ക്വയറായിട്ടും യൂസ് ചെയ്യാറുണ്ട്, അതുപോലെ സർക്കുലറായിട്ടും യൂസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ചില വീടുകളിൽ നമ്മൾ കണ്ടിട്ടുണ്ട് സർക്കുലറായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്, നമുക്ക് എങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഈ സോക്ക് പിറ്റിൽ എങ്ങനെ വരുന്നതെന്ന് വെച്ചാൽ ചുറ്റിനും ബ്രിക്കായിരിക്കും, ചുറ്റിനും ബ്രിക്കാണ്. അതിൻ്റെ അകത്തായിട്ട് അതായത് രണ്ട് സൈഡിൽ ചിലപ്പോൾ കാണും, അല്ലെങ്കിൽ ഇതിൻ്റെ അകത്തായിട്ടായിരിക്കും ഈ കല്ല് വരുന്നത്. ഓക്കെ, ഈ പറയുന്ന ഇത് ക്ലിയർ അല്ല, ഈ ഫിഗർ ക്ലിയർ അല്ല. സത്യം പറഞ്ഞാൽ ഈ ഫിഗർ തെറ്റാണ്. കാരണം ഇത് പ്ലാൻ എന്ന് പറയാം, പക്ഷെ എന്നാലും ഇത് കറക്റ്റ് പ്ലാൻ അല്ല. ഓക്കെ, ശരിക്കും പറഞ്ഞാൽ ഈ സോക്ക് പിറ്റ് ഇങ്ങനെ അല്ല വരേണ്ടത്. കാരണം ഇവിടെ എലിവേഷനിൽ അല്ലെങ്കിൽ സെക്ഷനിൽ കറക്റ്റായിട്ട് അത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ചെയ്തിരിക്കുന്ന സോക്ക് പിറ്റ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് ഇത് ഈ ടാങ്കി ഫുള്ള് ഈ കല്ലുകൾ അല്ലെങ്കിൽ ടൈൽസ് ഒക്കെ പൊടിച്ച് ഇതിനകത്തിട്ടേക്കുവാണെന്നാണ് തോന്നുന്നത്. ഓക്കെ, ആ രീതിയിലാണ് ഇവിടെ സോക്ക് പിറ്റ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഒരു കിണർ പോലെ കുഴിക്കുക, എന്നിട്ട് അതിന് ചുറ്റും ബ്രിക്ക് വെച്ച് കെട്ടുക. ബ്രിക്ക് ഉള്ളതുകൊണ്ടാണ് ഹാച്ചിങ് കൊടുക്കുന്നത്. അതിനകത്തെല്ലാം നമ്മൾ ബ്രിക്കിൻ്റെ പീസസും ടൈലിൻ്റെ പീസസും കൊണ്ട് നിറയ്ക്കുക. എന്നിട്ട് ഈ പൈപ്പ് ഇതിനകത്തോട്ട് വന്ന് കണക്റ്റ് ആവും. സോ ഇതിനകത്തുനിന്ന് വരുന്ന വാട്ടർ ഇതിനകത്ത് വന്ന് അങ്ങ് അബ്സോർബ് ചെയ്യും. ഇതാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന ടെക്നോളജി എന്നാണ് എനിക്കിത് കാണുമ്പോൾ തോന്നുന്നത്. പക്ഷേ ഞങ്ങളൊക്കെ പഠിച്ച സമയത്തൊക്കെ മറ്റൊരു രീതിയിലായിരുന്നു സോക്ക് പിറ്റ് ഡിസൈൻ ചെയ്തിരുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ഫിഗർ മറ്റൊന്നായിരുന്നു. പക്ഷേ നിങ്ങൾ ഇത് ചെയ്താൽ ഇത് വളരെ സിമ്പിളാണ്. മറ്റേതാണെങ്കിൽ കുറച്ചും കൂടെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, ഒരുപാട് ലേയേഴ്സ് ആയിട്ടാണ് അതിനകത്ത് വരുന്നത്. ഇന്നറായിട്ടും കൊടുക്കുന്നുണ്ട്, ഔട്ടറായിട്ടും ഒക്കെ കുറേ ലേയേഴ്സ് വരുന്നുണ്ട്. അപ്പം അതിലും ബെറ്റർ എനിക്ക് തോന്നുന്നു ഇതാണ്, സിമ്പിളായിട്ട് നമുക്ക് പറയും. അപ്പോൾ ഇത് സംഭവം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതാണ് ശരിക്കും നമ്മുടെ സെപ്റ്റിക് ടാങ്ക് എന്ന് പറയുന്നത്. വളരെ സിമ്പിളാണ്. ഇത് ചോദിക്കുവാണെങ്കിൽ എന്തായാലും വളരെ സിമ്പിളായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഇതിനകത്ത് ഇനി ഡയമെൻഷൻസ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. ഇപ്പോൾ ഡയമെൻഷൻസ് എന്ന് പറയുമ്പോൾ ഓക്കെ, ഈ ടാങ്കിനകത്തെ ഡയമെൻഷൻ എന്ന് പറയുമ്പോൾ 90 സെൻറ്റിമീറ്റർ. ഇതിൻ്റെ ഓൾ ഡയമെൻഷൻസ് ആർ ഇൻ സെൻറ്റിമീറ്റർ ആണ്. ഇപ്പോൾ നിങ്ങൾ MM-ലാണ് എടുക്കുന്നെങ്കിൽ 900 mm എന്ന് കൊടുക്കണം. ഓക്കെ, ഡയമെൻഷൻസ് എഴുതുമ്പോൾ 900, ഇത് 200 എന്നുള്ളത് 2000 ആവും. ഓക്കെ, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. ഇപ്പോൾ മീറ്ററിലാണെങ്കിൽ 2 മീറ്റർ, 0.9 മീറ്റർ അങ്ങനെ വരും. ഓക്കെ, അപ്പം ഇതിനകത്ത് വിഡ്ത്തും കാര്യങ്ങളെല്ലാം ആദ്യം പറയാം. ടോട്ടൽ ഡയമെൻഷൻ എന്ന് പറയുന്നത് ഇന്നർ ഡയമെൻഷൻ ആണ് പറയുന്നത് 90 ആണ് width of the septic tank, and length of the septic tank is ഇവിടെ നമുക്ക് നോക്കുമ്പോൾ അറിയാം 200 ആണ്. ഓക്കെ, 200 ആണ് ലെങ്ത്. ഇന്നർ ലെങ്ത് ഡയമെൻഷൻസ് ആണ് പറഞ്ഞത് 200/90 ആണ് ഇന്നർ ഡയമെൻഷൻ. 200/90 ബൈ എന്ന് പറയുന്നത് ഇൻറ്റു ഇടുന്ന നമുക്കറിയാമല്ലോ, അത് അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മൾ 200/90 എന്ന് പറയുന്നത് ബൈ എന്ന് പറയുന്നത് മൾട്ടിപ്ലിക്കേഷൻ പോലാണ് ഇടുന്നതെങ്കിലും അത് രണ്ട് ഡയമെൻഷനാണ്. ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത് സ്പെസിഫിക്കലി കാണിക്കുന്ന കാര്യമാണ് ഈ ബൈ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ 200/90 ആണ്. അതുപോലെ തന്നെ ഈ തിക്നെസ് ഓഫ് ദ വോൾ 20 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ, അപ്പോൾ 90 സെൻറ്റിമീറ്റർ ബ്രെഡ്ത്ത്, ഇന്നർ ഡയമെൻഷൻ 200/90 ആണ്. അതുപോലെ തന്നെ തിക്നെസ് ഓഫ് ദ വോൾ 20 ആണ്. അപ്പോൾ ഇത് ചുറ്റിനും 20ലാണ് ഇത് പോകുന്നത്. ഓക്കെ, അപ്പോൾ ടോട്ടൽ എത്ര വരും? നടുക്ക് ഇൻറ്റേർണൽ ഡയമെൻഷൻ 200ഉം രണ്ട് സൈഡിൽ 20, അപ്പോൾ ടോട്ടൽ 240 വരും. അതുപോലെ തന്നെ ഈ ഡയമെൻഷൻ ടോട്ടൽ എത്ര വരും? 90 + 20 + 20, അപ്പോൾ എത്ര ആവും? 130 ആവും അല്ലേ? 90 + 20 110, 110 + 20 130. അപ്പം രണ്ട് ഡയമെൻഷൻസ്, അപ്പോൾ ടോട്ടൽ ഔട്ടർ ഡയമെൻഷൻ കിട്ടും. ഓക്കെ, ഇനി ഇവിടെ ഒരു വോളുണ്ട്. ഈ വോള് 40 സെൻറ്റിമീറ്റർ മാറിയാണ് വരയ്ക്കേണ്ടത്. ഇവിടുന്ന് 40 സെൻറ്റിമീറ്റർ മാറിയാണ് ഈ വോൾ വരയ്ക്കേണ്ടത്. വോളിൻ്റെ തിക്നെസ് 5 സെൻറ്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞതിന് ശേഷം നമ്മളിനി ഫ്രണ്ടിലത്തെ ഇൻലെറ്റ് ചേമ്പർ വരച്ചില്ല. അപ്പോൾ ഇൻലെറ്റ് ചേമ്പർ വരയ്ക്കണം. ഇൻലെറ്റ് ചേമ്പർ ഇതുമായിട്ട് കണക്റ്റഡ് ആണ്, നമ്മുടെ മെയിൻ ഡയഗ്രാമായിട്ട് കണക്റ്റഡ് ആണ്.
അപ്പോൾ അത് തമ്മിൽ അതിന് 20 സെൻറ്റിമീറ്റർ വോളാണ്. ഇവിടുന്ന് 40 സെൻറ്റിമീറ്റർ എടുക്കുക, വരയ്ക്കുക. ഓക്കെ, സെൻട്രലൈസ് ചെയ്ത് നിൽക്കുന്ന രീതിയിൽ 40 സെൻറ്റിമീറ്ററിൽ അതിനകത്തൊരു 40x40 ഒരു സ്ക്വയർ വരും. 40 സെൻറ്റിമീറ്റർ ബൈ 40 സെൻറ്റിമീറ്ററുടെ ഒരു സ്ക്വയർ വരും. പിന്നെ നമ്മുടെ പൈപ്പ് 10 സെൻറ്റിമീറ്ററിൻ്റെ ഡയമീറ്റർ ഉള്ളൊരു പൈപ്പ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് സെപ്റ്റിക് ടാങ്കിനകത്ത് വരയ്ക്കാനുള്ളത്. പിന്നെ ഇവിടുന്ന് ഔട്ട്ലെറ്റ് പൈപ്പും ഉണ്ട്. ഇത്രയും കാര്യങ്ങൾ വരച്ചു കഴിഞ്ഞാൽ നമ്മുടെ സെപ്റ്റിക് ടാങ്ക് കഴിഞ്ഞു, അതായത് അതിൻ്റെ പ്ലാൻ കഴിഞ്ഞു. നൗ വി ആർ ഗോണ മൂവ് ഇൻ ടു ദ സോക്ക് പിറ്റ്. അപ്പോൾ ആദ്യം പ്ലാൻസ്, അതായത് സെപ്റ്റിക് ടാങ്കിൻ്റെ ആണെങ്കിലും സോക്ക് പിറ്റിൻ്റെ ആണെങ്കിലും പ്ലാൻ കഴിഞ്ഞതിന് ശേഷം എലിവേഷനിലോട്ട് പോകുന്ന എളുപ്പം പ്രൊജക്റ്റ് ചെയ്താൽ മതി. അപ്പം നമ്മൾ അടുത്തത് ഇനിയും ഈ കണക്ഷൻ ഇപ്പോൾ ഈ 1:40 സൈസിലായിരിക്കും പൈപ്പിൻ്റെ സ്ലോപ്പ്. അതായത് നമ്മൾ ഈ പൈപ്പ് എന്ന് പറയുന്നത് നേരെ ഇടത്തില്ല, നേരെ ഇടുന്നതിന് ഒരു സ്ലോപ്പിലിടും. അതായത് മണ്ണിനകത്തോട്ട് അടിയിലോട്ടൊരു സ്ലോപ്പ് കാണും. അപ്പോൾ വെള്ളം ഒഴുകി വരാനുള്ള ഒരു ഹെഡ് ക്രിയേറ്റഡ് ആവും. ഓക്കെ, അപ്പം നമ്മൾ സോക്ക് പിറ്റിലോട്ട് കണക്ട് ചെയ്തു. അപ്പോൾ ഇതും 20 സെൻറ്റിമീറ്റർ ആണ്. ഇതിനകത്ത് 90x90 ആയിരിക്കും, 90x90. ഓക്കെ, അപ്പോൾ അതോടെ അത് കഴിഞ്ഞു. ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് വരച്ചാലും എന്ത് മാർക്ക് ചെയ്യുന്നുണ്ടെങ്കിലും അതിന് സിമ്പിൾസ് കാണും. സിമ്പിളൈസ് ചെയ്യാൻ എന്തെങ്കിലും ഒരു റെപ്രസെൻറ്റേഷൻ കാണും. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹാച്ചിങ് ഈസ് ഫോർ വാട്ട്? ഹാച്ചിങ് ഉപയോഗിക്കുന്നത് നമ്മൾ ബ്രിക്ക് വർക്കിനാണ്. RCC ആണെങ്കിൽ നമ്മൾ ഇങ്ങനെയാണ് മാർക്ക് ചെയ്യുന്നത്, ട്രയാങ്കിൾസും കുത്തും ഡോട്ട്സും ഇടും. അതാണ് RCC. PCC ആണെങ്കിൽ നമ്മൾ ജസ്റ്റ് ചെറിയ രീതിയിലുള്ള ട്രയാങ്കിൾസും പിന്നെ കൂടുതലും ഡോട്ടായിരിക്കും. അങ്ങനെ ആയിരിക്കും അതിൻ്റെ ഒരു. അതുപോലെ തന്നെ ഇപ്പം അങ്ങനെ ഓരോന്നിനും ഉണ്ട്. തടിക്കുണ്ട്, തടിക്ക് വേറെ രീതിയിലാണ് ഇറഗുലർലി കൊടുക്കുന്ന കുറച്ച് കേർവ്സ് ആണ്. അപ്പോൾ പിന്നെ പിന്നെ ഇതാണെങ്കിൽ കല്ലാണെങ്കിൽ കല്ല് റബിൾസ് ആയിട്ട് ഇടുന്നതെങ്കിൽ, റബിൾസ് എന്ന് പറഞ്ഞാൽ ബ്രോക്കൺ ബ്രിക്സ് ഒക്കെ ആണെങ്കിൽ നമ്മളിങ്ങനെ മാർക്ക് ചെയ്യും. അതുകൊണ്ടാണ് മുകളിൽ അത് മാർക്ക് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ റെപ്രസെൻറ്റേഷൻസ് ഇടാൻ മറക്കരുത്. അതായത് ഓരോന്നിനെയും സിമ്പിളൈസ് ചെയ്യുന്ന ഫിഗേഴ്സ് അല്ലെങ്കിൽ ഡ്രോയിങ്സ് ആണ്. അത് ഡ്രോയിങ് നമ്മൾ എപ്പോൾ വരച്ചാലും അതൊന്നും മറക്കരുത്. ഓക്കെ, ദെൻ നൗ വിൽ മൂവ് ഇൻ ടു ദ എലിവേഷൻ. So after drawing this plan, we can simply project this. ഇവിടുന്ന് ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്യുക, ഇവിടുന്ന് പ്രൊജക്റ്റ് ചെയ്യുക. സോ വി വിൽ ഗെറ്റ് ദിസ്. ദെൻ ഒരു ഫ്ലോർ വരയ്ക്കുക. ഫ്ലോർ വരയ്ക്കുമ്പോൾ അതിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത് തിക്നെസ് ഒരു 10 സെൻറ്റിമീറ്റർ ഇവിടെ കൊടുക്കുക. ഇവിടെ ഒരു 15 സെൻറ്റിമീറ്റർ കൊടുക്കുക. അതായത് ഇവിടെ ഒരു 15 സെൻറ്റിമീറ്റർ കൊടുക്കുക, എന്നിട്ട് വരയ്ക്കുക. അപ്പോൾ ഒരു ട്രപ്പിസോയിഡൽ ഷേപ്പ് വരും. മുകളിലോട്ടൊരു 20 സെൻറ്റിമീറ്റർ കൊടുക്കുക, ബ്രിക്ക് വർക്ക് വരയ്ക്കുക, മുകളിലൊരു സ്ലാബ് കൊടുക്കുക. സ്ലാബിനൊരു 10 സെൻറ്റിമീറ്ററിൻ്റെ ഒരു സ്ലാബ് മതി. ഓക്കെ, പിന്നെ ഇത് തമ്മിൽ കണക്ട് ചെയ്യുക. മുകളിലത്തെ പോലെ തന്നെ ചെയ്യുക. വാട്ടർ ലെവൽ കൊടുക്കുക കേട്ടോ, വാട്ടർ ലെവൽ മാർക്ക് ചെയ്യണം. ഇത്രയും കാര്യങ്ങൾ മാർക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ എലിവേഷൻ കഴിയും. പിന്നെ ഒരു സ്ലാബ് ഉണ്ടല്ലോ, അകത്തൊരു സ്ലാബില്ലേ, ബാഫിൾ വോൾ എന്തോ മറ്റാണ് പറയുന്നത്. ഈ സ്ലാബിന് ബാഫിൾ വോൾ എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ 15 സെൻറ്റിമീറ്റർ മുകളിൽ നിൽക്കുന്ന രീതിയിൽ, വെള്ളത്തിന് മുകളിൽ നിൽക്കുന്ന, അതായത് ഇത് വെള്ളമാണ്. ഓക്കെ, വെള്ളത്തിൻ്റെ സിമ്പിളാണ് ഇപ്പോൾ ഞാൻ വരച്ചത്. ഇതാണ് വെള്ളത്തിൻ്റെ സിമ്പിൾ. ഇവിടെ തൊട്ട് ഇവിടെ ഈ ലെവലിന് താഴോട്ട് വെള്ളമാണെങ്കിൽ നമ്മൾ ഇങ്ങനെയാണ് വരയ്ക്കുന്നത്. ഓക്കെ, ഇനി ഗ്രൗണ്ട് ലെവൽ എങ്ങനെ വരയ്ക്കുന്നത്? ഇങ്ങനെയാണ് വരയ്ക്കുന്നത്. ഇതൊക്കെ ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. ഇല്ലെങ്കിൽ ഇപ്പോൾ അറിഞ്ഞിരിക്കുക. ഓക്കെ, അപ്പോൾ ബാഫിൾ വോൾ വരയ്ക്കുക. അപ്പോൾ അതിനുശേഷം ഈ പടം ഇതുപോലെ തന്നെ കംപ്ലീറ്റ് ചെയ്യുക. മുകളിൽ AC വെന്റിലേറ്റിംഗ് പൈപ്പ് ഉണ്ട്, 5 സെൻറ്റിമീറ്റർ ഡയമീറ്ററിൻ്റെ, അതും കൊടുക്കുക. ഇൻലെറ്റ് പൈപ്പും ഔട്ട്ലെറ്റ് പൈപ്പും വരയ്ക്കുക. ഓക്കെ, ദെൻ ആഫ്റ്റർ ദാറ്റ് we move into the next drawing, that is elevation of the soak pit. That is this one. So what is in the soak pit? soak pitൽ എന്തൊക്കെ ഉണ്ട്? soak pitൽ മെയിനായിട്ട് ഇൻലെറ്റ് പൈപ്പ് മാത്രമേ ഉള്ളൂ, ഔട്ട്ലെറ്റ് പൈപ്പ് ഇല്ല. പൈപ്പ് വന്നിട്ട് ഇതിനകത്തോട്ട് ഇങ്ങനെ എംബഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇൻസൈഡ് all this rubbles, the pipe is embedded in it, and the waste water coming from this soak pit is absorbed by the rubbles embedded in it. Okay, and the surrounding brickwork also. ചുറ്റിനും ബ്രിക്ക് വർക്ക് ഉണ്ട്. അപ്പോൾ ഇത് വരയ്ക്കാൻ എളുപ്പമാണ്. ഒരു കിണർ പോലെ വരച്ചിട്ട് അതിനകത്ത് റബിൾസ് കൊണ്ട് ഫില്ല് ചെയ്താൽ മതി, അത്രേ ഉള്ളൂ. അതോടെ അത് കഴിഞ്ഞു. അപ്പോൾ ഇത്രയാണ് നമുക്ക് നമ്മുടെ സെപ്റ്റിക് ടാങ്കിൽ പഠിക്കാനുള്ളത്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ കൊടുത്തിരിക്കുന്ന വേസ്റ്റ് ഔട്ട്ലെറ്റ്സിൻ്റെ അറേഞ്ച്മെൻ്റ് ആണ് ഇത് നമുക്ക് വേണ്ട. അതായത് നമ്മുടെ ബാത്റൂമിൽ നമ്മുടെ വാട്ടർ ക്ലോസറ്റ് അറേഞ്ച് ചെയ്തിരിക്കുന്നതാണ് ഈ കാണിച്ചിരിക്കുന്നത്. സോ അതിൻ്റെ സെക്ഷനാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്, പ്ലാനാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ദിസ് ഇസ് ദ പ്ലാൻ ആൻഡ് ദിസ് ഈസ് ദ സെക്ഷൻ. ഓക്കെ, സെക്ഷൻ. സോ അതിൻ്റെ ആവശ്യമില്ല.
We only need the section and plan of the septic tank and soak pit. Okay, that is only in your syllabus. So this is what is the septic tank and soak pit, which is the 5th module. So 5th module ഒറ്റ ക്ലാസ്സിൽ തീർന്നു. ഇത് തീർന്നു എന്ന് പറയരുത്, നിങ്ങളിത് വരച്ച് നോക്കണം. ഇത് വളരെ സിമ്പിളായിട്ട് നിങ്ങളൊന്നും ചെയ്യേണ്ട, നിങ്ങൾ ഈ പേപ്പറിലൊന്നും വരയ്ക്കണ്ട. നിങ്ങൾ ജസ്റ്റ് ഒന്ന് നിങ്ങൾ ആ ഡയമെൻഷൻസ് ഓർത്തിരിക്കണം. അത് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഈ ഡയമെൻഷൻസ് അറിഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്ക് പേപ്പറിൽ അത് വരയ്ക്കാൻ പറ്റത്തില്ല. കാരണം ഡയമെൻഷൻസ് അവർ തരത്തില്ല, എക്സാമിന് തരത്തില്ല. സോ യു ഹാവ് ടു റിമെമ്പർ ഇറ്റ് ഇൻ യുവർ മൈൻഡ്. ഓക്കെ, അപ്പോൾ അത്രയാണ്. ഇതാണ് നമ്മുടെ സോക്ക് പിറ്റ് ആൻഡ് സെപ്റ്റിക് ടാങ്ക് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ. ഈ 4 ഫിഗർ, അതായത് സെപ്റ്റിക് ടാങ്കിൻ്റെ എലിവേഷനും പ്ലാനും അതുപോലെ തന്നെ സോക്ക് പിറ്റിൻ്റെ എലിവേഷനും പ്ലാനും. സോ when we draw, we start from the plan and project it. So after projection we get the elevation, or not elevation, it is a section. നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്കൊരു കാര്യം മനസ്സിലാവും. ഈ സെക്ഷൻ എന്ന് പറയുന്നുണ്ടല്ലോ, സെക്ഷൻ എന്ന് പറയുന്നതും എലിവേഷൻ തമ്മിലുള്ള വ്യത്യാസം അറിയാമല്ലോ. അറിയത്തില്ലെങ്കിൽ ഞാൻ അതുകൂടെ പറയാം. അതായത് സെക്ഷൻ എന്ന് പറയുന്നത് സെക്ഷൻ ചെയ്തിട്ട് നോക്കുമ്പോൾ കാണുന്നതാണ് സെക്ഷൻ, അല്ലെങ്കിൽ കട്ട് ചെയ്തിട്ട് നോക്കുമ്പോൾ കാണുന്നതാണ് സെക്ഷൻ. എലിവേഷൻ എന്ന് പറയുമ്പോൾ നമ്മളൊരു വീടിൻ്റെ ഫ്രണ്ടിൽ പോയി നിന്നിട്ട് വീട്ടിലോട്ട് നോക്കുകയാണ്, അപ്പോൾ കാണുന്നതാണ് എലിവേഷൻ. അതായത് സെക്ഷൻ ചെയ്യാതെ നമ്മൾ നോക്കുമ്പോൾ കാണുന്നത്. അല്ലാതെ നമ്മളൊരു വീടിനെ വെട്ടി, അതായത് മുകളിൽ നിന്നൊരു കട്ടിങ് പ്ലെയിൻ വന്നിട്ട് അതിനെ വെട്ടി എന്നിട്ട് നമ്മൾ ആ വീട്ടിലോട്ട് നോക്കുകയാണ്, അപ്പം നമ്മൾ കാണുന്നത് അതിൻ്റെ അകത്തെ കാര്യങ്ങളാണ്. പുറത്തെ കാര്യങ്ങൾ കാണുന്നത് എലിവേഷനും അകത്തെ കാര്യങ്ങൾ കാണുന്നത് സെക്ഷനും ആയിരിക്കും. സോ എവിടെയാണ് സെക്ഷൻ വന്നിരിക്കുന്നത്? ഇവിടെ സെക്ഷൻ എ എന്ന് പറയുന്നുണ്ട്. സോ വേർ ഈസ് ദ സെക്ഷൻ എ? ഹിയർ ഈസ് ദ സെക്ഷൻ എ. ഇവിടെ ഒരു വര പോകുന്നുണ്ട്, ശ്രദ്ധിച്ചാൽ മതി. ഇവിടെ നിന്നൊരു വര ഇങ്ങനെ പോയിട്ടുണ്ട്, ഇവിടെ ഒരു ആരോയും കൊടുത്തിട്ടുണ്ട്, കണ്ടോ, 2 സൈഡിലും എ. സോ ഈ സെക്ഷനാണ് ഇവിടെ കാണിച്ചിരിക്കുന്ന ഈ 2 സെക്ഷനും. ഓക്കെ, ഈ പ്ലാനിനെ കട്ട് ചെയ്ത് ലോഞ്ചിറ്റ്യൂഡിനലി കട്ട് ചെയ്തിട്ട് നോക്കുമ്പോൾ കാണുന്ന കാര്യമാണ് സെക്ഷനിൽ കാണിച്ചിരിക്കുന്നത്. ആ സെക്ഷന് പേര് വിട്ടിട്ടുണ്ട് എ എന്ന്, അതുകൊണ്ടാണ് സെക്ഷൻ എ എന്ന് ഇവിടെ കൊടുത്തിരിക്കുന്നത്. മനസ്സിലായല്ലോ? സോ കാര്യം മനസ്സിലായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇപ്പം നിങ്ങളെ പഠിപ്പിക്കുന്നതിൽ ഒരുപാട് പരിമിതികളുണ്ട്. ഒരു കാര്യവും നല്ല രീതിയിൽ വരച്ച് പഠിപ്പിക്കാനുള്ള നമുക്ക് അതിനുള്ള പരിമിതിയുണ്ട്. നിങ്ങൾക്ക് അറിയാമല്ലോ അതിൻ്റെ പ്രശ്നങ്ങൾ എന്താണ്, ലിമിറ്റേഷൻസ് ഒരുപാടുണ്ട്. അപ്പോൾ നിങ്ങൾ വരച്ച് നോക്കാതെ ഒരു രക്ഷയില്ല. സോ ഐ വിൽ ബി ഗിവിങ് യു വൺ അസൈൻമെൻറ്റ് ഓൾസോ. അത് ഞാൻ പറയാം നിങ്ങളുടെ സീരീസ് കഴിയുമ്പോൾ പറയാം. ഓക്കെ, സോ ഇന്നത്തെ പഠിപ്പിച്ചതൊക്കെ ഐ തിങ്ക് യു അണ്ടർസ്റ്റുഡ്. സോ താങ്ക് യു.